ഡിയർ വെൽക്കം ബാക്ക്. നമ്മളെ SSLCയിലെ ആദ്യത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി അല്ലെ. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണമാണ്, നെയിമിംഗ് ആണ്. IUPAC നോമൻക്ലേച്ചർ ആണ്. നെയിം ചെയ്യാൻ ഓർഗാനിക് സംയുക്തങ്ങൾ തന്നാൽ എങ്ങനെ നെയിം ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് അതിനുള്ള ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓർഗാനിക് സംയുക്തങ്ങളെ നെയിം ചെയ്യാനുള്ള ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. 2-3 പാർട്ടായിട്ട് ഞാൻ എടുത്തിട്ടും ആദ്യത്തെ പാർട്ടാണ്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഒരു ഓർഗാനിക് സംയുക്തത്തിനെ നെയിം ചെയ്യണമെങ്കിൽ, നാമകരണം ചെയ്യണമെങ്കിൽ കാർബണുകളുടെ എണ്ണം പഠിക്കണമെന്നാണ്. കാർബണിന്റെ എണ്ണം എണ്ണി നോക്കുക. ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ നാമകരണം ചെയ്യുന്ന മെത്താണ്. മെത്ത്. 2 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്ന് പറയും. എത്താണ് ഉപയോഗിക്കുക. 2 കാർബണുള്ള സംയുക്തമാണെങ്കിൽ എത്താണ് ഉപയോഗിക്കുക. 3 കാർബണുള്ള സംയുക്തമാണെങ്കിൽ പ്രൊപ്പാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡക്ക്. അപ്പോ ഓർഗാനിക് സംയുക്തങ്ങളെ നാമകരണം ചെയ്യണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് കാർബണിന്റെ എണ്ണമാണ്. കാർബണിന്റെ എണ്ണം നോക്കണം. കാർബൺ എണ്ണം 1 ആണെങ്കിൽ മെത്താണ്, 2 ആണെങ്കിൽ എത്താണ്, 3 ആണെങ്കിൽ പ്രൊപ്പാണ്, 4 ആണെങ്കിൽ ബ്യൂട്ടാണ്. ബട്ടല്ല, ബ്യൂട്ടാണ്. ബട്ടർ എന്ന് എഴുതി ബ്യൂട്ട് എന്ന് വായിക്കും. 5 പെൻഡാണ്, 6 ഹെക്സ് ആണ്, 7 ഹെപ്റ്റാണ്, 8 ഒക്ടാണ്, 9 നൊണ്ണാണ്, നണ്ണ് 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 നണ്ണ്, 10 ഡക്കാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ ടിപ്സ് പഠിച്ചു. ഓർഗാനിക് സംയുക്തങ്ങളെ നാമകരണം ചെയ്യണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് കാർബണുകളുടെ എണ്ണമാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡക്ക് പഠിച്ചു. രണ്ടാമത് പഠിക്കേണ്ടത് കാർബണും തമ്മിലുള്ള ബോണ്ടാണ്. 2-3 ടൈപ്പ് ബോണ്ടാണ് ഉണ്ടാവുക. സിംഗിൾ ബോണ്ടുകൾ ഉണ്ടാവാം, ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവാം, ട്രിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാവാം. യെസ്, ഇതിൽ ഏത് ടൈപ്പ് ബോണ്ടാണെന്ന് നോക്കണം. ഏത് ടൈപ്പ് ബോണ്ടാണ്? കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടാണോ, കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടാണോ, കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണോ എന്ന് ആദ്യം നോക്കണം. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ. ക്ലിയർ അല്ലേ? ഈത്തൈൻ, കാർബണും ഈത്തൈൻ, 2 കാർബണുള്ള ആൽക്കൈൻ ആണ്. 2 കാർബണുള്ള ആൽക്കൈനിൽ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടാ. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്. കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് അല്ലെ. കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട്. മക്കൾ നോക്കുക, ഇവിടെ എത്ര ബോണ്ടാ? ഈ കാർബൺ ചുറ്റും ഒരു ബോണ്ട്, ഒറ്റ ബോണ്ട്, ഒരു വരയുള്ളൂ. കണ്ട, ഒരു വര. മൊത്തം 4 വരകൾ വേണം കാർബൺ ചുറ്റും. ഒരു വരയാണെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, അവിടെ ഉണ്ടാവുക 3 ഹൈഡ്രജൻ ആണ്. 3 ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. മൊത്തം 4 അല്ലേ വേണ്ടത്? ഇവിടെ കാർബണും തമ്മിൽ സിമ്പിൾ ബോണ്ടാണ്. സോ അവിടെ ഉണ്ടാവേണ്ടത് 3 ഹൈഡ്രജൻ ആണ്. കാർബൺ എഴുതിയാൽ അതിനു ചുറ്റും 4 വരകൾ വേണം, 4 ബോണ്ടുകൾ വേണം. ബോണ്ട് ഇല്ല എങ്കിൽ മക്കള് ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്യണം. ക്ലിയർ ആണ്? ഇവിടെ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണ്. ഇനി 2 വരയിടണം. 4ആയില്ലേ? ഇനി വീണ്ടും 2 വരയാണുള്ളത്. വീണ്ടും 2 വരയിടണം. കിട്ടിയില്ലേ? ഇനി ഈ കാർബൺ ചുറ്റും 3 ബോണ്ട് ഉണ്ട്. 4 വര വേണം. 4 ഇല്ല, 3 ഉള്ളൂ. സോ ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇതാ ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. മക്കളെ, ഇതിനെ നെയിം ചെയ്യാനുള്ള രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ് നോക്കുക. 2 കാർബണുള്ള കോമ്പൗണ്ടുകളെ, സംയുക്തങ്ങളെ നെയിം ചെയ്താൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എത്ത് എന്ന് വേർഡ് റൂട്ട്. എത്ത് പഠിച്ചിട്ടുണ്ട്. എത്ത്. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണോ എന്ന് നോക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എയിൻ ആണ്. ഈത്തൈൻ. റെഡി അല്ലേ? ഇനി കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണ്. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള 2 കാർബൺ ആണ് ഇവിടെ. എത്താണ്. എത്ത്. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ എത്തീൻ. ഇവിടെ കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. എത്താണ്. എത്ത്. കാർബണും ഇത്തൈൻ. അപ്പൊ ഈത്തൈൻ, എത്തീൻ, ഈത്തൈൻ. ക്ലിയർ അല്ലേ? അപ്പൊ ആൽക്കൈനുകളെന്നും ആൽക്കൈനുകളെന്നും. അപ്പൊ നെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം പറയേണ്ട ടിപ്പ് എന്തായിരുന്നു? ആദ്യം പറയേണ്ട ടിപ്പ് കാർബണുകളുടെ എണ്ണമാണ്. കാർബണിന്റെ എണ്ണം നോക്കുക. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡക്ക്. അത് പഠിച്ചു. 10 വരെ പഠിച്ചു. ഡക്ക് വരെ പഠിച്ചു.
ഇനി സിംഗിൾ ആണോ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ നോക്കുക. സിംഗിൾ ആണെങ്കിൽ എയിൻ ഈത്തൈൻ, ഡബിൾ ആണെങ്കിൽ ഈൻ ഇത്തീൻ, ട്രിപ്പിൾ ആണെങ്കിൽ ഐൻ ഇത്തൈൻ എന്ന് നോക്കും. മക്കളെ പറയാം. ഇപ്പൊ പ്രൊപ്പൈൻ എന്ന് പറയും, നിങ്ങളുടെ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ മക്കൾ എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ചെയ്താൽ നോക്കുക. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ മക്കൾ എത്ര കാർബണാ? പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പ് മെത്ത് എത്ത് പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബണാ. പ്രൊപ്പ് 3 കാർബണാണ്. ഇനി എയിനാണോ ഈനാണോ ഐനാണോ എന്ന് വെച്ചാൽ ഐൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ് മക്കളെ. അപ്പൊ ഇവിടെ നമ്പർ ഒന്നും പറഞ്ഞില്ല, ട്രിപ്പിൾ ബോണ്ട് ഐൻ എന്നേ പറഞ്ഞുള്ളൂ. ഏത് നമ്പർ ഒന്നും പറഞ്ഞില്ല. എവിടെ വേണിടാ ഐൻ ട്രിപ്പിൾ ബോണ്ട് ഇട്ട്, എവിടെ കാർബൺ ഇവിടെ ഇട്ടാൽ ഒക്കെ കണക്കാം. നമ്പർ ഐന്റെ എവിടെയാന്ന് പറഞ്ഞിട്ടില്ല, ഐൻ എവിടെയാന്ന് പറഞ്ഞില്ല. ഐൻ എന്നുള്ളെങ്കിൽ എവിടെ വേണിടാ നമുക്ക്, പ്രൊഫൈലിൽ എവിടെ വേണം ഐനായി. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണ്ടേ? എങ്ങനെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം? ഒരു ബോണ്ട് എത്ര ഹൈഡ്രജൻ വേണം? 4. റെഡി അല്ലേ? 1 2 3 4 വേണ്ട, 1 2 3 ഇട്ടു. പ്രൊപ്പൈൻ എഴുതി. ഇനി നോക്കിയേ. ഓക്കെ, ചെയ്യാൻ പോവുക. ഇനി പറയാൻ പോവുക. ഇങ്ങനെ പറയാം ബ്യൂട്ടറ്റൂയിൻ. ഇങ്ങനെ പറയാം ബ്യൂട്ടറ്റൂയിൻ. ഇതിനെ സ്ട്രക്ചർ ചെയ്താൽ പറയാം ബ്യൂട്ടറ്റൂയിൻ എന്ന് പറഞ്ഞാൽ മക്കൾ ബട്ട്-2-N അല്ല, ബ്യൂട്ടറ്റൂയിൻ ആണ്. ബ്യൂട്ടറ്റൂയിൻ എന്ന് എഴുതാൻ ബ്യൂട്ടറ്റൂയിന്റെ പേര് തന്നിട്ട് സ്ട്രക്ചർ ചെയ്താൽ പറഞ്ഞാൽ മക്കൾ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 1 2 3 4 കാർബൺ ആണ്. ബ്യൂട്ടൂയിൻ രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. രണ്ടാമത്തെ പൊസിഷൻ 1 2 എവിടെ തന്നെയാലും രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. ഈൻ ബ്യൂട്ടൂയിൻ ഈൻ. ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. എത്ര ഹൈഡ്രജൻ ഫില്ല് ചെയ്യാ? 1 2 3 മൊത്തം 4 കാർബൺ അല്ലേ? 1 2 3 4 1 2 3 1 4 യെസ്. 1 2 3 1 4 യെസ്. 1 2 3 4 ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു 3 ടിപ്പ് പറഞ്ഞു തന്നു. ഒന്നാമത്തെ ടിപ്പ് എന്തായിരുന്നു? കാർബണുകളുടെ എണ്ണം നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എയിനാണോ ഈനാണോ ഐനാണോ എന്ന് നോക്കുകയാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് ഈനിന്റെയും ഐനിന്റെയും പൊസിഷൻ കണ്ടുപിടിക്കുക. അവർ തന്നാൽ അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് 3 ടിപ്പ്. അപ്പൊ IUPAC നോമൻക്ലേച്ചർ ഓർഗാനിക് സംയുക്തങ്ങളാ നാമകരണം ചെയ്യുന്നുള്ള 3 ടിപ്പുകൾ നമ്മൾ ഇന്ന് പഠിച്ചു. നാളെ മുതൽ നമ്മൾ കൂടുതൽ ടിപ്പുകൾ പഠിച്ചു തുടങ്ങും. ഒരുപാട് പാർട്ടുകളായിട്ട് വരാൻ പോവുകയാണ്. ഇത് പാർട്ട് 1 ആണ്. സോ അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ.